ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെറിയൊരു സന്തോഷമൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. കണ്ണൻകുട്ടി അവിടെ വീഡിയോസ് ഒക്കെ കണ്ട് കാർട്ടൂണൊക്കെ കണ്ട് കിടക്കണം. അതുകൊണ്ട് ഞാൻ കണ്ണനെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ വന്ന് ഇൻട്രോ പറയാണ്. കണ്ണനെ കാണിക്കാതിരിക്കില്ല, കാണിച്ചില്ലെങ്കിൽ ആകെ ലഹളയാവേ. കണ്ണോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ പറയേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ കണ്ണാപ്പി, എന്നിട്ട് കണ്ണൻകുട്ടിനെ കാണിക്കാന്ന് പറഞ്ഞേക്കാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾക്ക് ചെറിയൊരു സന്തോഷമൊക്കെയുള്ള കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ട് വന്നിരിക്കുന്നത്. അതിന് മുൻപ് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പല വീഡിയോസിലും ഇപ്പൊ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള വീഡിയോസിലാണെങ്കിൽ പോലും ഞാൻ ചിരിച്ചിട്ട് തന്നെയാണ് മിക്ക വീഡിയോസിൽ സംസാരിച്ചിട്ടുള്ളത്. അപൂർവം ചില വീഡിയോസിൽ മാത്രമാണ് എന്റെ മുഖത്താണെങ്കിലും ചെറിയൊരു വിഷമമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോ നമ്മളറിയുന്നവർക്കറിയാം, അല്ലാത്ത പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയാലും വിചാരിക്കുന്നുണ്ടാവാം, ഈ ഉണ്ണിക്ക് വയ്യാണ്ടൊക്കെ കിടക്കുന്ന സ്വാതി ചിരിച്ചും കളിച്ചൊക്കെയാണല്ലോ സംസാരിക്കുന്നത് എന്ന് ചിലപ്പോ തോന്നാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ കാരണം കൂടെ ഒന്ന് പറയാന്ന് വിചാരിച്ചു. ഞാൻ സാഡായിട്ടിരിക്കുന്നത് കണ്ടല്ലെങ്കിൽ എന്റെ മുഖത്തൊരു വിഷമം കണ്ടു കഴിഞ്ഞാൽ കാണാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ കല്യാണി എന്റെ അടുത്ത് വീട്ടിലൊക്കെ വെച്ച് ചോദിച്ചിട്ട് ഞാനിങ്ങനെ എന്തെങ്കിലും കോപ്പറേറ്റ് തരങ്ങളൊക്കെ കാണിച്ച് പാട്ടൊക്കെ പാടി തുള്ളിച്ചാടി അങ്ങനെയൊക്കെ വീട്ടിൽ നടക്കുള്ളൂ. ഞാൻ കണ്ണന്റെ അടുത്ത് പറയും, കണ്ണ പുറത്തുനിന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അമ്മനെ പിടിച്ച് വല്ല കുളമ്പാറയില് കുളന്ന് വരട്ടെ, അവന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഓരോന്ന് കാണിച്ചു നടക്കുന്നത്. പക്ഷെ 3.5 വയസ്സത്തെ കല്യാണ കുട്ടിക്ക് പോലും തോന്നും ഈ അമ്മ എന്തൊക്കെ കോപ്പറേറ്റ് തരങ്ങളാ കാണിക്കണേന്ന് വരെ തോന്നും. പക്ഷെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടായിക്കോട്ടെ നമ്മുടെ, പക്ഷെ അത് അവരുടെ മുന്നിൽ കാണിക്കരുത്. കല്യാണിന്റെ അടുത്ത് ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ചില സമയത്ത് കണ്ണന്റെ അടുത്തും പറയാറുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് ഞാൻ അതപ്പോ എന്തെങ്കിലും ഒരു വിഷമം പറഞ്ഞിട്ടാണെങ്കിലും ഞാനപ്പോ അവന്റെ അടുത്ത് അപ്പൊ തന്നെ അത് എന്റെ അടുത്ത് തമാശയുടെ ആ ഒരു ടോണിലേക്ക് ആക്കി എടുക്കും. അല്ലെങ്കിൽ പിന്നെ അവനതിങ്ങനെ ആലോചിച്ചിരിക്കാം, എന്താ അമ്മയുടെ മുഖം എന്താ വാടിയ അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ കണ്ണനെ കാണിക്കാണ്ടിരുന്ന വീഡിയോസുകളിലാണെങ്കിൽ പോലും ഞാൻ ചിലതിലൊക്കെ ചിരിച്ചു തന്നെയാണ് സംസാരിക്കാറ്. കാരണം കണ്ണന്റെ വീഡിയോയിൽ ഇപ്പൊ കാണിക്കുന്നില്ല കേട്ടോ എന്ന് ഞാൻ ഇവിടെ പറയുന്നത് പോലും ആൾക്ക് വിഷമമാണ്. അപ്പൊ ഇങ്ങോട്ട് ചുണ്ടൊക്കെ അങ്ങോട്ട് കയറ്റിയിട്ട് ആകെ അങ്ങനെ വിപ്ലവാക്കും. അപ്പൊ അതിനിടെ കൂടെ ഞാനും സാഡായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ വിഷമമുണ്ട് അങ്ങനത്തെ രീതിയിലല്ലേ അവന് തോന്നുക. അപ്പൊ പിന്നെ ആകെ പ്രശ്നമായില്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതിൽ തന്നെ വീഡിയോസിലാണെങ്കിൽ നിൽക്കുന്നത്. ഇപ്പൊ അവനെ കാണിച്ചില്ലെങ്കിൽ പോലും അവന്റെ തൊട്ടടുത്ത് കിടന്നിട്ടതേ അല്ല കുഞ്ഞിക്കാലൊക്കെ നല്ല ഇവിടെ അവന്റെ തൊട്ടടുത്തിരുന്നിട്ടാണ് ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കാം. അപ്പൊ കണ്ണനാട് കാർട്ടൂണൊക്കെ കണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവനെ എടുത്ത് വെച്ചിരുന്ന് ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കണ്ണനെ വേറെ കാണിക്കാം, ഞാൻ ഇൻട്രോ പറയേണ്ടത് വേറെ പറയാമെന്ന് വിചാരിച്ചത്. വളരെ സെറ്റായിട്ട് കിടക്കുന്നുണ്ട്, തലയൊക്കെ പൊക്കി വെച്ച് അങ്ങനെ ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ അവന് ഇനിയിപ്പോ എന്റെ മടിയിൽ കൊണ്ടുവന്ന് വളച്ചു കുത്തിപ്പിട്ട് എനിക്ക് ക്യാമറയും മോനെയും കൂടെ ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളിപ്പോ ഹോസ്പിറ്റലിലാണ്. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഏഷ്യാനെറ്റിലെ സാന്ത്വനം എന്ന് പറയുന്ന സീരിയലിലെ കണ്ണൻ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞിക്കണ്ണന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കും നമ്മളെ വന്ന് കാണാൻ ഒരുപാട് ബിസിയുള്ള ആളുകളാണ്. പിന്നെ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്താണ്. അപ്പൊ എന്നാലും വീഡിയോ കോൾ ചെയ്തെങ്കിലും നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോ ഒരുപാട് സന്തോഷം തോന്നി. അപ്പൊ അതുപോലെ ഇപ്പൊ നമ്മുടെ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ലേഡീസ് ഒക്കെ തന്നെ സീരിയലൊക്കെ കാണും. പക്ഷെ ഇപ്പൊ ഇത്തിരിക്ക് തോന്നുന്ന ഒരു അമ്മമ്മമാര് അങ്ങനെയുള്ള ഏജിലുള്ളവരൊക്കെയാണ്. ഇപ്പോഴത്തെ ന്യൂജൻ ആളുകളൊന്നും ഈ സീരിയൽ കാണാൻ മെനക്കെടാറില്ല. ന്യൂജനായിട്ടുള്ളവരൊക്കെ പിന്നെ ഇപ്പൊ എന്റെ അമ്മയൊക്കെ ഇപ്പൊ സീരിയലൊക്കെ കാണും. അത് അല്ലെങ്കിൽ അതിൽ വിട്ട് ഇങ്ങനെയുള്ളവരൊക്കെ ഒക്കെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെയാണ്. സീരിയലിനോടൊന്നും അങ്ങനെ ആർക്കും താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവർക്കും അറിയുമെന്നൊന്നും എനിക്കറിയില്ല. മഴവിൽ മനോരമയില് ഞാനും ഇപ്പൊ ആദ്യമൊക്കെ കാണാറുണ്ട്. എന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ കണ്ടിന്യൂസ് സ്റ്റാർട്ടിങ് മുതൽ കണ്ടിട്ടുണ്ട് ഈ മഞ്ഞുരുകുംകാലം എന്ന് പറയുന്ന സീരിയല്. കല്യാണി മോളൊക്കെ പ്രഗ്നന്റ് ഒക്കെ ആയിരിക്കുന്ന സമയത്തൊക്കെ വീട്ടില് വേറെ രക്ഷയില്ല, സീരിയല് തന്നെയാണ്. ഒരു 6 മണി തൊട്ട് പിന്നെ അമ്മ 10-10:30 വരെ ഈ സീരിയലും TV ഷോകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അമ്മ വെക്കുള്ളൂ. സിനിമ ഒന്നും അവിടെ വെക്കുന്ന പരിപാടിയില്ല. അങ്ങനെ കുറെ കാലം കണ്ടിട്ടുണ്ട് ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂവൊക്കെ. അപ്പൊ നേരത്തെ പറഞ്ഞത് മഞ്ഞുരുക്കും കാലം എന്നാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. മഞ്ഞുരുക്കും കാലം എന്ന് പറഞ്ഞ സീരിയൽ ഉണ്ടായിട്ടുണ്ട്, അതും ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ ഇങ്ങനെ കാണുന്നതാണല്ലോ, അപ്പൊ അവിടെ നിൽക്കുന്ന സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് മഞ്ഞിൽ വിരിഞ്ഞ പൂവ്, അതും അതെ സ്റ്റാർട്ടിങ് മുതൽക്ക് കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ വീട്ടിലേക്കൊന്നും വന്നതിന് ശേഷം സീരിയൽ കാണാൻ നേരവും ഇല്ല. അപ്പൊ ചേട്ടനൊക്കെ ഉണ്ടെങ്കിൽ വെക്കാറുമില്ല. ആണുങ്ങൾക്ക് ഇതൊക്കെ വലിയ വിരോധാണല്ലോ, അപ്പൊ അങ്ങോട്ട് വെക്കാറുമില്ല. അപ്പൊ അതില് നമ്മുടെ സുജ എന്ന് പറയുന്ന ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ള അഗ്ന എന്ന് പറയുന്ന കുട്ടിയെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കണ്ണൻകുട്ടിയുടെ വിശേഷമൊക്കെ അറിയാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വിളിച്ചത് കറക്റ്റ് ആ ഒരു ടൈമിൽ കണ്ണനെ കാണിക്കാനാണ് കണ്ണൻ പറയുന്നത്.
വിശേഷങ്ങൾ അറിയാൻ വിളിച്ചിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഇത്തിരി വിഷമൊക്കെ ആയിരിക്കുന്ന ഒരു സമയത്ത് തന്നെ വിളിച്ചു. അതിലെനിക്ക് ഒരുപാട് സന്തോഷം. എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് വിഷമം ഉള്ള സമയത്ത് ആളുകൾ വിളിച്ച് ആശ്വസിപ്പിക്കാനും വിശേഷങ്ങൾ അന്വേഷിക്കാനും ഒക്കെ ഉണ്ടാവുക പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യം. കാരണം എല്ലാവരും നമ്മുടെ സന്തോഷങ്ങളിൽ മാത്രം കൂട്ടുകൂടുന്നവരായിരിക്കും. നമുക്കൊരു വിഷമം വരുമ്പോൾ ആരും നമ്മളെ തിരിഞ്ഞു നോക്കില്ല, അങ്ങനെയാണല്ലോ പൊതുവെ എല്ലാവരും പറയാ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിഷമം വരുമ്പോ ഇപ്പൊ ആളുകൾ ഒരുപാടാണ് കേട്ടോ എന്റെ കൂടെ. അപ്പൊ അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ ഞാൻ നമ്മളെ കണ്ണൻ വിളിച്ചത് കോപ്പറേറ്റീവിൽ വെച്ചിട്ടായിരുന്നു, പെരിഞ്ഞാലക്കുട കോപ്പറേറ്റീവിൽ വെച്ചിട്ടായിരുന്നു കണ്ണൻ വിളിച്ചത്. ഇതിപ്പോ നമ്മൾ ജൂബിലിയിലാണ്. ഇവിടെ വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരാഴ്ചയായി. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വന്നത്, ഒരാഴ്ചയായിട്ടോ. അപ്പൊ അതിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് 2 ദിവസമായിട്ടാ വിളിച്ചിട്ട്. അപ്പൊ അതിനിടയിൽ പിന്നെ കണ്ണന്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ എല്ലാവരും ഇങ്ങനെ വെയിറ്റിംഗിലായതുകൊണ്ട് 2 ദിവസത്തെ വീഡിയോ ഞാൻ അതായിട്ടാണ് ഇട്ടിരുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷം തോന്നി അഖിനെ വിളിച്ചപ്പോ. നമ്മ ടെലിവിഷൻ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള കുട്ടിയല്ലേ, അപ്പൊ നമുക്കിങ്ങനെ നമ്മളോട് മാത്രമായിട്ട് സംസാരിക്കുന്നതും കണ്ണനും അതായിട്ട് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് എന്താ പറയാ, ഒരു സെലിബ്രിറ്റി ആണെന്നോ അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇല്ല. എനിക്കിപ്പോ കണ്ണന്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു കസിൻ അല്ലെങ്കിൽ ഫ്രണ്ടൊക്കെ വിളിച്ചിട്ട് നമ്മളോട് വിശേഷങ്ങൾ തിരക്കുന്ന ആ ഒരു ഫീലിംഗേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് സന്തോഷം തോന്നി. അപ്പൊ കുറച്ചൊക്കെ ഞാനിങ്ങനെ വിളിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളായാലും കരുതില്ല, അയ്യോ ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്കാണെങ്കിലും കണ്ണനോട് സംസാരിക്കുന്നതും ഒക്കെ കാണാനായിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളാണെങ്കിലും ടെലിവിഷൻ സ്ക്രീനിലല്ലേ കണ്ടിട്ടുണ്ടാവുമല്ലോ. സുജ എന്നാണ് കേട്ടോ ക്യാരക്ടറിന്റെ പേര്, അഖിന എന്നാണ് കുട്ടിയുടെ പേര്. അപ്പൊ ഞാൻ അതൊക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പൊ അത് കാണിക്കുന്നതിന് മുൻപ് ഞാൻ ആദ്യം കണ്ണൻകുട്ടീനെ കാണിക്കാം കേട്ടോ. കണ്ണൻകുട്ടി ഇവിടെ കുറച്ചു നേരമായാലും അമ്മ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നു, എന്താ അമ്മ കാണിക്കാത്തേന്നും പറഞ്ഞിവിടെ ഇങ്ങനെ മത്തക്കണ്ണ് ഉരുട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കണ്ണൻകുട്ടീനെ കാണിക്കട്ടെ ആദ്യം. കണ്ണവാവേ കണ്ണവാവ അവിടെ ഓരോ കാർട്ടൂണൊക്കെ ഇട്ട് ഫോണിൽ വെച്ച് കൊടുത്തിട്ട് കാണാന്നിട്ടാ. അപ്പൊ അങ്ങനെ ഞാൻ ഫോണിലൊന്നും വെച്ച് കൊടുക്കാറില്ല, പക്ഷെ ആൾക്കും വേണ്ട എന്തെങ്കിലും ഒരു നേരം പോക്ക്. അപ്പൊ ഞാൻ കല്യാണി കാണുന്ന ഓരോ സംഭവങ്ങളാട്ടോ. അപ്പൊ ആ ഫോണിൽ നെറ്റ് ഒന്നുമില്ല, അപ്പൊ അതിൽ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പിന്നെ ഇപ്പൊ ഫോൺ എടുത്ത് വെച്ചിട്ട് ആരും വന്നുകൊണ്ടിട്ട് എടുത്ത് ഫോൺ വെക്കില്ലെന്നൊന്നും പറയല്ലേ, ഞാൻ വെച്ച് കൊടുക്കാറില്ല. പക്ഷെ നമ്മളാണെങ്കിൽ അധികം ഫോൺ യൂസ് ചെയ്യുന്നത് നല്ലതല്ല, നമ്മൾ യൂസ് ചെയ്യാണ്ടിരിക്കുന്നുണ്ടോ. അപ്പൊ എല്ലാതും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലേ കണ്ണാ. ഞങ്ങൾ അത്യാവശ്യം ഫോണൊക്കെ നോക്കും. അല്ലേ, ഞങ്ങൾ അത്യാവശ്യം ഫോണൊക്കെ നോക്കും. ഞങ്ങൾ ഫോൺ എടുത്ത് പോക്കറ്റിൽ ഇങ്ങനെ വെച്ചു. ഞങ്ങൾ ടാറ്റ പോകുമ്പോ ഞങ്ങളുടെ ബാഗിലിട്ട് ഫോൺ കൊണ്ടുപോകും അല്ലേ അല്ലാത്തിയ. ഇത് അല്ലാത്ത എവിടെ കിടക്കുന്നതായിരുന്നു എനിക്ക് ഫോൺ കിട്ടും കൂടിയില്ല. എന്റെ ഫോണൊക്കെ കാണണ്ട കയ്യില് അല്ലേ. ഓടി നടന്ന് ഇറങ്ങിറങ്ങ്, കട്ടിലൊന്നും ഇറങ്ങ് കുഞ്ഞാവേ. അയ്യോ അവിടെ നിന്ന് നീക്കി വെച്ചാണ് ഫോൺ. അതെ, അത് ഇനിയിപ്പോ എന്തിട്ടെങ്കിലും അതിൽ കാണിക്കാൻ പാടില്ലാത്തതാണെങ്കിൽ ഇതിലെ വീഡിയോയിൽ കാണിച്ചിട്ട് അമ്മയ്ക്ക് കോപ്പിറൈറ്റ് ഒന്നും കിട്ടണമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചതാണ്. അത് വേറെ വല്ല ചാനലുകാരുടെ ഒക്കെ ആണെങ്കിൽ അവരൊക്കെ വന്ന് അമ്മയ്ക്കല്ല കോപ്പിറൈറ്റ് ഒക്കെ തരേ. ചാനല് കളയണ കണ്ണന്റെ ചാനല് കളയണ. ഇത് ഇവിടെ നിന്ന് ഇങ്ങടെ ഒരു പാടായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ മൂക്കിന്ന് ട്യൂബ് ഇട്ടിട്ട് ഇപ്പൊ അത് പോയി. ഇപ്പൊ അവിടെ തെല്ല് ഇങ്ങനെ തള്ളി നിൽക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പാട് പോലെയായിരുന്നു, അത് പോയി തുടച്ചും ഒക്കെ ആയിട്ട് അല്ലേണ. ഒന്നിച്ചിച്ചി പല്ല് തുമ്മാവര് തുമ്മിക്കോ. ഉറക്കം വരായിട്ട് ഇന്ന് കൊറേ ഉറങ്ങി ഉച്ചക്ക്. ഒരു 3 മണി 4 മണിയൊക്കെ ആയിരുന്നു. 3:30 3:45 നേരത്തെ കിടന്നിട്ട് 5:30 ഒക്കെ കഴിയുന്നവരെ ഉറങ്ങി കണ്ണാപ്പി. വീട്ടിൽ ചെന്നിട്ട് ഇനിയിപ്പോ അതുപോലെ തന്നെ അവന് ക്ഷീണം ഉണ്ടാവും. അപ്പൊ ഞാൻ കല്യാണിനെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആവുമ്പോ തന്നെ ഞാൻ കല്യാണിനെ കൊണ്ടുപോകുന്നില്ല. കല്യാണി കുറച്ച് ദിവസം ചെലൂർ നിക്കട്ടെ അല്ലേ, നമുക്ക് പോവാല്ലേ തുമ്പൂർക്ക്. അവള് വരണില്ല എന്നും പറഞ്ഞ് നിക്കട്ടെ കല്യാണി. അമ്മമ്മയുടെ അടുത്ത് അവള് 2 ദിവസം നിക്കട്ടെ. അപ്പൊ കണ്ണൻകുട്ടിക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാലോ വീട്ടിൽ ചെല്ലുമ്പോഴേ. ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെ അഡ്മിഷൻ ആയിട്ട് പോകുമ്പോ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അമ്മമ്മയുടെ അടുത്ത് നിക്കട്ടെ അല്ലെ കല്യാണി കുട്ടി 2 ദിവസം. വിഷമാവോ കാണാൻ കല്യാണിനെ കാണാണ്ട്? വിഷമാവോ കണ്ണിച്ചിരിക്കുകയാണ് സന്തോഷായി. അവള് കേക്കണ്ട, അവള് നിന്നെ പിടിച്ചിരിക്കുന്നില്ലേ. ഇതിട്ട് കണ്ണണ്ടായിട്ടല്ലേ ഇതെല്ലാം കണ്ണാണ്ട് വിഷമില്ലേന്ന് ചോദിക്കും. ഇറക്കുന്നുണ്ടാ
എന്തേ എന്തിപ്പോ ഒരു നാളെ ചുമ വന്നപ്പോ കൊറേ വർത്താനൊക്കെ പറയണ്ടായിരുന്നു ആ ഊ ഹൗ എന്നൊക്കെ. വർത്താനൊക്കെ പോയാ ഏ ഒരു ആന്റി വിളിച്ചിണ്ടായിരുന്നോ? ഒരു ആന്റി ടിവിയിൽ കണ്ട ആന്റി മഞ്ഞൊരുകങ്കാലം തന്നെ വായിലായിരുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂവിലെ അമ്മാമ്മ കാണാറില്ലേ? ഒരു അഞ്ജന ആന്റിയുടെ പിച്ചാത്തി ഷാജി അങ്ങനെയുള്ളതൊക്കെ അമ്മാമ്മ കാണുന്നുണ്ടല്ലേ. അവിടെ കല്യാണി ചേലൂര് പോയി നിന്നിട്ട് പിന്നെ വരുമ്പോ ഇവിടെ ഞാൻ സിനിമയൊക്കെ വെച്ചേക്കാണെങ്കിൽ കല്യാണി പറയും, അമ്മേ ഈ വൈകുന്നേരം നേരത്തെ സിനിമയല്ല അമ്മ വെക്കണ്ടേ, സീരിയല വെക്കണ്ടേ, അമ്മാമ്മ സീരിയല വെക്കാന്ന് പറയും അല്ലേ. മഞ്ഞൾ വിരിഞ്ഞ പൂവ് മഞ്ഞൾ വിരിഞ്ഞ പൂവ്. എനിക്ക് മഞ്ഞൊരുക്കും കാലം മഞ്ഞൾ വിരിഞ്ഞ പൂവും തെറ്റാണ്. മഞ്ഞൾ വിരിഞ്ഞ പൂവ് കാണാറില്ലേ? അതിൽ ആന്റി വിളിച്ചിണ്ടായില്ലേ കണ്ണനെ? എവിടെ വിളിച്ച ആന്റി? ഫോണില് രണ്ടു ദിവസം മുന്നേ ട്യൂബൊക്കെ ഒരു കഴിഞ്ഞൊക്കെ വിളിച്ചിണ്ടായിരുന്നില്ലേ ആന്റി? ഇഷ്ടായ ആന്റിനെ? ഇഷ്ടായ ഞാൻ ചിരിച്ചേ. ഇഷ്ടായ ആന്റിനെ? ഇഷ്ടായി. എങ്ങനെ ഇഷ്ടായേ? ഇഷ്ടായോ? ഇഷ്ടായി. ഞങ്ങൾക്ക് എല്ലാവരും ഇഷ്ടം അല്ല. പിന്നെ ഞങ്ങൾ മാമൊക്കെ ചെന്ന് പാപ്പൊക്കെ ചെന്ന് കുണ്ടുമുളകാവും ഇനി. സീരിയലില് മാത്രമേ കണ്ടിട്ടുള്ളൂ. കണ്ടറിയോ? മഞ്ഞുരുകാലം സീരിയല് കാണാറില്ലേ? കാണാറുണ്ടോ? കാണാറുണ്ട്. എന്റെ വീട്ടില് ചെല്ലുമ്പോ അമ്മ കാണും. അമ്മ എന്നും ഇരുന്ന് കാണും. അപ്പൊ അമ്മാമ്മയുടെ കൂടെ ഇരുന്ന് കാണാറുണ്ട്. ടിവിയിലൊക്കെ അറിയോ? പനി കഫക്കെട്ട് കുത്തിയിട്ട് കാണിച്ചോട്ടെ. കുത്തി വെച്ചേക്കാ പറഞ്ഞേ. സൂചിയൊക്കെ കുത്തിയേക്ക കുട്ടീനെ. ഭയങ്കര ക്ഷീണ. ഇതിപ്പോ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലൊക്കെ തുടങ്ങിയതാണ് പനി കഫക്കെട്ട്. ഓക്സിജൻ ലെവലിൽ ചെറിയ വേരിയേഷൻ വന്നു. കല്യാണം കഴിഞ്ഞ കുട്ടികളുണ്ടോ? ആണല്ലേ? അറിയോ? എറണാകുളാണല്ലേ സ്ഥലം? എറണാകുളല്ലേ സ്ഥലം? അപ്പൊ ശരിക്കും സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു കേട്ടോ ഇതൊക്കെ. കാരണം നമ്മളൊക്കെ സാധാരണക്കാരായ നമ്മളൊക്കെ ശരിക്കും സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഇങ്ങനത്തെ സിനിമ നടി അല്ലെങ്കിൽ സീരിയല് അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെയൊക്കെ നമ്മളൊക്കെ ബിഗ് സ്ക്രീനിൽ അല്ലെങ്കിൽ ടെലിവിഷൻ സ്ക്രീനിലൊക്കെ അല്ലേ നമ്മൾ കാണുക. അപ്പോൾ നേരിട്ട് കാണാന്നൊക്കെ പറയുന്നത് എന്താ പറയാ, അത്രയും പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. അത് അവരത്രയും തിരക്കുള്ളൊരു ജീവിതത്തിൽ നിൽക്കുന്നവരായിരിക്കും. അപ്പം അവർക്ക് നമുക്ക് നേരിട്ട് കാണാന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പൊ നമ്മളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി അവർ ഇത്രയും തിരക്കുള്ള ഒരവസ്ഥയിൽ നിന്ന് പോലും നമ്മളേക്ക് വീഡിയോ കോൾ ആണെങ്കിലും ചെയ്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കാന്ന് പറയുന്നത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ടൊക്കെ വലിയൊരു കാര്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ എല്ലാവർക്കും അറിയാലോ സാധാരണക്കാരായുള്ള ആളുകളാണ്. അപ്പോൾ നമുക്കൊക്കെ ഇതൊക്കെ വലിയൊരു എന്തോ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്താ നമ്മളെയൊക്കെ അങ്ങനെ ഓർക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ നമ്മളുടെ വിശേഷങ്ങൾ അറിയാൻ അവർ ആഗ്രഹിക്കുന്നത് കൊണ്ടും ഒക്കെയല്ലേ നമ്മളിങ്ങനെ വീഡിയോ കോൾ ആണെങ്കിലും ചെയ്യുന്നതൊക്കെ. അപ്പോൾ കണ്ണനാണെങ്കിലും അതായിട്ട് അപ്പൊ എനിക്ക് ഇങ്ങനെ കണ്ണനപ്പൊ ഇത്തിരിയും കൂടെ ഓക്കെ അല്ലാത്തൊരവസ്ഥയായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇത്രയും
മനസ്സ് തുറന്നൊന്നും സംസാരിക്കാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പൊ കണ്ണിന്റെ ട്യൂബൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം കുറച്ച് ടെൻഷനൊക്കെ മാറിയിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കും നല്ല സന്തോഷത്തിൽ തന്നെ സംസാരിക്കാനൊക്കെ പറ്റി. കണ്ണനും അതേട്ടാ നല്ല രീതിയിലൊക്കെ ചിരിച്ച് കളിച്ചൊക്കെ സംസാരിക്കുകയായിരുന്നു. അപ്പൊ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി. ഇപ്പൊ കണ്ണൻ സാന്ത്വനത്തിലെ കണ്ണനും നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ മഞ്ഞിൽ വിരിഞ്ഞ പൂവ്, ഞാൻ പലപ്പോഴും മഞ്ഞുരുകും കാലം എന്നാണ് പറയുന്നത്, തെറ്റിപ്പോകുന്നതാണ് കേട്ടോ. മഞ്ഞുരുകും കാലം എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എന്റെ വായയിൽ ഇതിങ്ങനെ വരുമ്പോ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് മഞ്ഞുരുകും കാലം തെറ്റി പോകുന്നതാണ്. അപ്പൊ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന് പറയുന്ന സീരിയലില് അഭിനയിച്ച ഈ കുട്ടി നമ്മളെ കോണ്ടാക്ട് ഒക്കെ ചെയ്തപ്പോഴേ സത്യം പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി. കുറച്ച് നിമിഷങ്ങളായിരുന്നു അത്. നമ്മളിങ്ങനെ ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മൾ വിശേഷങ്ങൾ അറിയാനൊക്കെ ഇങ്ങനെ ഇവരൊക്കെ വിളിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞു തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാലും എന്റെ സന്തോഷം എനിക്കിങ്ങനെ ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അപ്പൊ കണ്ണൻകുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. മോഹൻലാല്, സുരേഷ് ഗോപി, ദിലീപ്, ഇപ്പൊ പൃഥ്വിരാജിനെ അറിയാം നല്ല രീതിയിൽ. നമ്മ പാലാപ്പള്ളിയുടെ അതൊക്കെ ചെയ്തപ്പോഴേ കല്യാണി പാലാപ്പള്ളി എന്നൊക്കെ പറയുമ്പോൾ വേറെ വേറെ ഏതെങ്കിലും സിനിമയിലൊക്കെ പൃഥ്വിരാജിനെ കണ്ടാൽ പറയും അമ്മേ അത് പാലാപ്പള്ളിയിലുള്ള ആ മാമനല്ലേ എന്ന് നോക്കിയിട്ടാ. പൃഥ്വിരാജ് എന്ന് പറയാൻ അറിയില്ല. അപ്പൊ അതുപോലെ ഒരുപാട് പേരെ കാണാൻ ഇഷ്ടമുള്ള, അതുപോലെ ഇപ്പൊ എടുത്ത് പറയേണ്ട ഒരാളാണ് കേട്ടോ നമ്മുടെ ഡോക്ടർ റോബിൻ. റോബിൻ അങ്ങനെ കല്യാണം അറിയില്ലായിരുന്നു, ഒട്ടും അറിയില്ലായിരുന്നു ഡോക്ടർ റോബിനെ. പക്ഷെ ഇപ്പൊ ഈയിടെ ആയിട്ട് ആളുടെ വീഡിയോസൊക്കെ നല്ല രീതിയിൽ വൈറലല്ലേ ബിഗ് ബോസിലൊക്കെ വന്നതിന് ശേഷം. പിന്നെ ഇപ്പൊ എൻഗേജ്മെന്റ് വീഡിയോസ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് അങ്ങനെ ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ ആളാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ അടുത്തും ഒക്കെ ഭയങ്കര ഒരു ഇതൊക്കെ കാണിക്കുമ്പോഴേ അവന് ആ വീഡിയോസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അവന് ആളിപ്പോൾ മോഹൻലാലിനെ എന്നൊക്കെ പറയുന്ന ഓരോ ക്യാരക്ടേഴ്സ് കണ്ടിട്ടും അങ്ങനെയൊക്കെ. ഇപ്പോൾ ഡോക്ടർ റോബിൻ്റെ എന്ന് പറയുന്നത് വേറെ ഇൻസ്റ്റാഗ്രാം റീൽസ് ആണെങ്കിലും വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ എന്തുകൊണ്ടോ ആൾക്ക് ഭയങ്കര ഒരു ഇഷ്ടം കാണിക്കുന്നുണ്ട് ഡോക്ടർ റോബിൻ്റെ അടുത്ത്. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെ കുറച്ച് കുറച്ച് ആളുകൾ, മണി, കലാഭവൻ മണിയുടെ പാട്ടുകൾ, അങ്ങനെ എടുത്ത് പറയാവുന്ന കുറച്ച് ആളുകളുണ്ട് കാണാൻ ഇഷ്ടമുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇവരൊക്കെ വിളിക്കുമ്പോഴും ചില സമയത്തൊക്കെ ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ അവൻ വീഡിയോ കോൾ ആണെങ്കിലും അധികം അങ്ങോട്ട് ഇങ്ങനെ ചിരിക്കൊന്നുമില്ല അങ്ങനെയൊക്കെ. പക്ഷെ ഇതിപ്പോൾ കണ്ണൻ വിളിച്ചപ്പോഴാണെങ്കിലും നമ്മുടെ കണ്ണന് ഓക്സിജനൊക്കെ അന്ന് കുറഞ്ഞിട്ട് കോപ്പറേറ്റിൽ വെച്ച് മാസ്ക് വെച്ച് എടുക്കുമായിരുന്നു. എന്നിട്ട് അവൻ ചിരിയും കളിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അഖിനെ വിളിച്ചപ്പോഴും ട്യൂബ് എടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും അവൻ നല്ല ചിരിയും കളിയൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് കണ്ണൻ അവരുടെ അടുത്ത് അവർ സംസാരിക്കുമ്പോഴൊക്കെ കരഞ്ഞ് അല്ലെങ്കിൽ അവരെ മൈൻഡ് ചെയ്യാതൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു വിഷമം തോന്നും. പക്ഷെ കണ്ണനും ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ അവരൊക്കെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ. അപ്പം അതും എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ഡിസംബർ 11-നായിരുന്നു കല്യാണം. ആ ചിരിക്കുന്നുണ്ടല്ലോ, അറിയോ? മനസ്സിലായ? ഏ എറണാകുളം. ഇപ്പൊ കല്യാണം കഴിപ്പിച്ച് വിട്ടേക്കണ എറണാകുളത്തേക്കാ. പക്ഷെ എന്റെ വീട് ഇവിടെ എറണാകുളം അടുത്ത് തന്നെ, കോട്ടയം ആണ് ജില്ല. പറയുമ്പം എങ്ങനെയാ പറഞ്ഞ, പിറവമൊക്കെ അറിയോ? പിറവം തലയോലപ്പറമ്പിനൊക്കെ ഇടയ്ക്കായിട്ട് വരും. പെരുവാന്ന സ്ഥലത്തിന്റെ പേര് അറിയോ കണ്ണൻ? ആണല്ലേ? ആ. വഴക്കുണ്ടോ? ആ, വഴക്കുണ്ടോ വീട്ടിൽ പോവാൻ? കണ്ണന് വീട്ടിൽ പോവാൻ വഴക്കാണോ? കണ്ണന് വീട്ടിൽ പോവാൻ വഴക്കുണ്ടോന്ന്? നാളെ പോവാൻ പറ്റുമോ? ആണല്ലേ? ആ. എന്നാ എന്നെ വിശേഷമൊക്കെ? സങ്കടത്തിലാന്ന് തോന്നണല്ലോ ആശുപത്രിയിലായതുകൊണ്ട്. ഏ മെഡിസിന്റെ ഒക്കെ ആയിരിക്കും. ആ, ക്ഷീണായിരിക്കും ആൾക്ക്. ചിരിച്ചേ. ആ ചിരിക്കുന്നുണ്ട്. ചോ, കാർട്ടൂൺസ് ഒക്കെ ഇരുന്ന് കാണോ? അല്ലേ?
ആണല്ലേ? അത് കൊള്ളാം. ചിരിക്കുമെന്ന് പറഞ്ഞപ്പോ. സിനിമയാണോ ഇഷ്ടം? സിനിമ കാണാൻ പോണോ? ആണോ? മോഹൻലാലിനെയാണോ ഇഷ്ടം? ആ, മാളികപ്പുറം. അതിനകത്ത് പിള്ളേരാണല്ലോ അതുകൊണ്ട്. വീട്ടിലിരിക്കുമ്പോഴാണ് നമ്മള് ഫ്രീ. പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റേതായ കുറച്ച് തിരക്കാ. വിരുന്നൊക്കെ പോക്കും പരിപാടിയൊക്കെയാ. അപ്പൊ അതിന്റെ കുറച്ച് തിരക്കാ. അതാണ് കഴിഞ്ഞ ദിവസമൊക്കെ വിളിക്കാന്ന് വെച്ചിട്ട് പറ്റാണ്ടായി പോയത്. എല്ലാ ദിവസവും രാവിലെ ആള് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൈകിട്ടാണല്ലോ പുറത്തു പോകാൻ പറ്റണേ, എവിടെയെങ്കിലുമൊക്കെ വിരുന്നിനൊക്കെ. അപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം എവിടെയെങ്കിലും ഉണ്ടാവും പരിപാടി. ജോടാ, ഭയങ്കര ക്ഷീണാട്ടോ. ഉറങ്ങിക്കോട്ടോ എന്നാ. ഉറങ്ങിയിട്ട് എണീക്കുമ്പോ ക്ഷീണമൊക്കെ മാറും. ഏ അപ്പൊ നിങ്ങളും ടെലിവിഷൻ സ്ക്രീനിൽ മാത്രല്ലേ നമ്മുടെ അഗിന, മഞ്ഞിൽ വിരിഞ്ഞ പൂവിലെ സുജ എന്ന് പറയുന്ന ക്യാരക്ടർ അഭിനയിക്കുന്ന അഗിന എന്ന് പറയുന്ന കുട്ടീനെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ മുഖത്തോട് മുഖം നോക്കി നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എനിക്ക് എന്താ ഭയങ്കര സന്തോഷം തോന്നി. അതും കണ്ണന് ട്യൂബ് ഊരണേലും മുന്നായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും അങ്ങോട്ട് ഒരു സന്തോഷത്തിലാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ട്യൂബ് ഊരിയ അന്നോ അതിന്റെ പറ്റിയെന്നോ വന്നിട്ട് വിളിച്ചത്. അപ്പൊ എനിക്കും നല്ല കൂളായിട്ട് എന്നെ സംസാരിക്കാനൊക്കെ പറ്റി ഒരുപാട് സന്തോഷം തോന്നി. അപ്പൊ ഇങ്ങനത്തെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ സന്തോഷങ്ങള്. സത്യം പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ നിങ്ങൾക്കും ബോറടി ആവും. ആരും അല്ലായിരുന്നു, അല്ലെങ്കിൽ ഒന്നും അല്ലായിരുന്നു. എന്റെ കണ്ണനെയും ലോകം അറിയുന്നുണ്ടെങ്കിൽ അത് എപ്പോഴോ ദൈവം എനിക്ക് തന്നൊരു ധൈര്യമാണ്. ആ ധൈര്യത്തിന്റെ പുറത്താണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഒരുപാട് വെല്ലുവിളികൾ ഇപ്പോഴും നമുക്ക് എതിരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കുറച്ച് വിശ്വാസം ഉണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ഒരുപാട് വലിയ ഉയരങ്ങളിലൊന്നും എത്തിയില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അതിൽ എനിക്ക് എത്താൻ പറ്റുന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും പിന്തുണയൊക്കെ എനിക്ക് എന്നും കൂടെ വേണം. ഒരുപാട് പേരുടെ സപ്പോർട്ടും, എനിക്ക് പേരൊന്നും എടുത്തു പറയാൻ പറ്റില്ല, അത്രയധികം ആളുകളുടെ സപ്പോർട്ടും പിന്തുണയൊക്കെ ഉള്ളത് കാരണമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ നടന്നു പോകുന്നതും ഒക്കെ. എനിക്കറിയില്ല, ഞാൻ ചിലപ്പോഴൊക്കെ പലരും എൻ്റെ അടുത്ത് പല അഭിപ്രായങ്ങളും വന്ന് പറയുമ്പോൾ ഞാൻ ചിലരുടെ അടുത്തൊക്കെ എനിക്ക് പറ്റാത്ത കാര്യമാണ് ഞാൻ നിരസിക്കാറുണ്ട്. ഇല്ല, എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങളുണ്ട്, അതനുസരിച്ച് ഞാൻ ചെയ്യുള്ളൂ. ചില കാര്യങ്ങൾ ഞാൻ മുഖത്ത് നോക്കി പോലും പറയാറുണ്ട്. ചിലപ്പോ അത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ വിഷമാവാം. പക്ഷെ എനിക്കെന്തോ ആരും എന്നെ നിർബന്ധിപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങളോട് എനിക്ക് ഒരിക്കലും താല്പര്യമില്ല. ഞാൻ എന്നും എനിക്ക് ശരിയെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് വരെ ചെയ്തിട്ടുള്ളത്. ഒരാളെ എന്താ പറയാ, ഒരു രീതിയിലും വേദനിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇത്ര നാള് ഞാൻ എന്റെ ശരികൾ എന്താണോ ആ ഒരു രീതിയിലാണ് ജീവിച്ചു വന്നിട്ടുള്ളത്. അപ്പൊ ആ ശരികൾ എന്നും ദൈവം ഞാൻ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നല്ലതിനുള്ളതാക്കി തരണേന്ന് മാത്രം ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥന സപ്പോർട്ടൊക്കെ എന്നും എന്റെ കൂടെ ഉണ്ടായാൽ മാത്രമാണ് എനിക്ക് എന്റെ മോനും ഇനിയും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ ഒരു ഹോസ്പിറ്റലിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും തളർന്നു പോകേണ്ട ഒരു അവസ്ഥയൊക്കെയാണ്. പക്ഷെ ഒന്നും അങ്ങോട്ട് എന്താ പറയാ, അതിലും തളരാൻ ഞാൻ തയ്യാറല്ല. എങ്ങനെയൊക്കെ നമുക്ക് പിടിച്ച് കയറണം എന്നുള്ളൊരു ചിന്തയാണ്. ഇതൊന്നും എന്നെ ഒരാളുടെ മാത്രം എടുക്കുകൊണ്ടൊന്നല്ല ഇപ്പോഴുള്ള എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്. ഒരുപാട് പേരുടെ സപ്പോർട്ട് കൊണ്ടൊക്കെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്. അവരോടൊക്കെ എത്രയൊക്കെ തന്നെ നന്ദി പറഞ്ഞാലും തീരില്ല. പക്ഷെ എന്തെങ്കിലും ഒരു കാലം നമുക്ക് നല്ലതായിട്ട് ഉണ്ടാവുന്ന കാലത്ത് ഈ പറഞ്ഞവരോട് എല്ലാവരും ഞാൻ ഓർക്കുന്നു. അവരോട് എനിക്ക് എന്നും സ്നേഹം മാത്രമേ ഉള്ളൂ. അല്ലേ കണ്ണാപ്പിയെ? അല്ലേ കണ്ണ? എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവാം നമ്മുടെ കൂടെ, അല്ലേ? അയ്യോ, ഞാൻ ആ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചേട്ടാ. ഫോൺ ചെയ്യാന്ന് ചിരിച്ചേന്ന്, വീഡിയോയിലും ചിരിക്കില്ല. അതില് കാർട്ടൂൺ വെച്ചു കൊടുക്കാനാണ് പറയണേ. വെച്ചിണ്ട്. ഓ, കണ്ണൻ അത് കാണാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല. അവന്റെ ഇഷ്ടങ്ങളൊക്കെ നടക്കട്ടെ. കുറെ ദിവസം ഒന്നും അവന്റെ ഒരു സന്തോഷങ്ങളും ഇല്ലാണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞ ആരൊക്കെ പറഞ്ഞതുപോലെ അടച്ചു പൂട്ടിയൊരു റൂമിൽ തന്നെ ഇട്ടേക്കല്ലേ അവനെ. അപ്പൊ ഇനി ഞങ്ങൾക്ക് പറക്കണല്ലേ കണ്ണ? പറക്കണ്ടേ നമുക്ക്? അമ്മയ്ക്ക് മോന് പറക്കണ്ടേ? ഇവിടുന്ന് എനിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പറക്കാനായിട്ട്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്തേക്കൊക്കെ പോകണം. ഉണ്ണിക്കണ്ണനെ കാണാൻ പോണ്ടേ നമുക്ക് ഒരു ദിവസം? അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ.
ഇവിടെ നിന്ന് എണീറ്റിട്ട് ഒരു ദിവസം ഗുരുവായൂരൊക്കെ പോണെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഉത്സവമൊക്കെ നടക്കായിരുന്നല്ലോ, അങ്ങോട്ടൊക്കെ പോണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഉത്സവത്തിനൊന്നും നടന്നില്ല. ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടേ ഗുരുവായൂർക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാലുണ്ടല്ലോ. എനിക്കറിയില്ല കണ്ണൻ എന്താ തോന്നണേ ഗുരുവായൂർ എന്ന് പറയുമ്പോന്ന്. ഗുരുവായൂർ പോണ്ടേ, കൂട്ടുകാരനെ കാണാൻ പോണ്ടേ രസം. കൂട്ടുകാരനോട് പോയിട്ട് നമുക്ക് പരാതി പറയാട്ടോ വാവോന്നേന്. ആപ്പത്തിലാക്കിയില്ലേ, അല്ലെങ്കിൽ ഞങ്ങൾ ഉത്സവത്തിന് വരില്ലായിരുന്നു പറയാട്ടോ. നമുക്ക് ഉണ്ണിക്കണ്ണന്റെ അടുത്ത് കണക്കാന്ന് പറയാം. പറയോ ഉണ്ണിക്കണ്ണനോട് പറയോ പിണക്കാന്ന് പറയോ? കണ്ണ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ എവിടെയാ? ഗുരുവായൂരപ്പൻ എവിടെയാ? എവിടെ ഗുരുവായൂരപ്പൻ? എവിടെയാ? എവിടെയാ ഗുരുവായൂരപ്പൻ? എവിടെയാ? എവിടെയാ? അന്ന് ചമ്പരത്തേക്ക് നോക്കണ ഗുരുവായൂരപ്പൻ എവിടെയാന്ന് ചോദിച്ചത്.